പരമഗുരുവേ നമഃ. ഏറെ പ്രിയപ്പെട്ട ശബരിമഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജി അവർ, മറ്റ് സന്യാസി ശ്രേഷ്ഠകൾ, 91ാമത് ശബരിഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി, പ്രിയപ്പെട്ടവർ, വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തികൾ, ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അനുവദിച്ച ശിവഗിരി തീർത്ഥാടന മഹാമഹം 90ാമത് വർഷം, അതായത് ഒരു നൂറ്റാണ്ട് തികയാൻ പോവുകയാണ്. മഹാഗുരു അരളിയ മഹത്തായ തീർത്ഥാടന സന്ദേശമായ അഷ്ടലക്ഷ്യങ്ങൾ മാനവരാശിക്ക് ആകമാനവും ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്നതുമാണ് എന്ന സത്യം ഇവിടെ പറയുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജന്മം കൊണ്ട ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആധുനിക നവോത്ഥാന ചിന്തകൾ ഒരു ദിവസം പിറന്നതല്ല, ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങിയതുമല്ല. അത് തലമുറകളുടെ ഒഴുകി വരുന്ന ഒരു ശക്തമായ മാനവിക പ്രവാഹമാണ്. ലോക നേതാക്കൾ പോലും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി മുതൽ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ ചിന്തയിലും പ്രവർത്തനത്തിലും ഒരു പൊതു ആത്മാവുണ്ട്. ആ ആത്മാവ് മറ്റൊന്നുമല്ല, ശ്രീ നാരായണ ഗുരുദേവൻ്റെ മഹത് വചനങ്ങളും ദർശനവുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ മഹാവാക്യം വെറും ഒരു വാചകമല്ല, അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു വിപ്ലവ ദർശനമാണ്. ഈ ദർശനമാണ് ഗാന്ധിജിയുടെ അഹിംസയിലും സമത്വ ചിന്തയിലും ജീവന്തമായി പ്രതിഫലിച്ചത്. സമൂഹത്തിലെ അവസാന മനുഷ്യനിലേക്കുള്ള വികസനം എന്ന ഗാന്ധിജിയുടെ ആശയം ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ പ്രായോഗിക രൂപമായിരുന്നു. അധസ്ഥിതരെ ഉയർത്താതെ ഒരു രാജ്യത്തിന് മുന്നേറാനാവില്ല എന്ന ബോധമാണ് ഗാന്ധിജിയെ നയിച്ചത്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും തുടങ്ങി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ, അതേപോലെ തന്നെ സഹോദരങ്ങളെ ഇന്നത്തെ ഇന്ത്യയെ ലോകവേദിയിൽ ആത്മവിശ്വാസത്തോടെ ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് വ്യക്തമായി കാണാം. സമത്വം ഉൾക്കൊള്ളാൻ സ്വാഭിമാനം പര്യാപ്ത എന്ന ഗുരുദേവ ചിന്തകൾ, ഒരു രാജ്യം ഒരു നിയമം എന്ന സന്ദേശം വെറും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, അത് ഗുരുദേവൻ്റെ മാനസിക ദർശനത്തിൻ്റെ ആധുനിക രാഷ്ട്രീയ രൂപമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജി മുതൽ നരേന്ദ്രമോദി വരെ നമ്മുടെ ദേശീയ നേതൃത്വം ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചരിത്രപരമായ തുടർച്ചയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യം മാത്രമാണ്: വികസനം എന്നത് വെറും സാമ്പത്തിക കണക്കല്ല, അത് മനുഷ്യനെ കേന്ദ്രമാക്കിയുള്ള ഒരു സാമൂഹ്യ പരിവർത്തനമാണ്. സഹോദരങ്ങളെ, ഗുരുദേവ ദർശനം നമ്മുടെ പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. അത് നമ്മുടെ ചിന്തകളിലും ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിലും പ്രവൃത്തികളിലും രാഷ്ട്രീയ തീരുമാനങ്ങളിലുമെല്ലാം ജീവന്തമായി തുടരണം. അതാണ് ഈശ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്. ആധുനിക രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നത് യുവതലമുറയിൽ അധിഷ്ഠിതമാണ്. ഇന്നത്തെ യുവാക്കൾ വിദ്യാഭ്യാസത്തിലും അറിവിലും ചിന്താശേഷിയിലും വളരെ മുന്നിലാണ്. ഈ കഴിവുകൾ ശരിയായ ദിശയിൽ ഉപയോഗിക്കുമ്പോഴാണ് ആധുനിക രാഷ്ട്ര നിർമ്മാണം സാധ്യമാകുന്നത്. പുതിയ രാഷ്ട്ര നിർമ്മാണം എന്നത് റോഡുകളും കെട്ടിടങ്ങളും പാലങ്ങളും പണിയുന്നത് മാത്രമാകരുത്. നല്ല മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതുമാണ് യഥാർത്ഥ രാഷ്ട്ര നിർമ്മാണം. ഒരു ശക്തമായ രാഷ്ട്രം നിലനിൽക്കാൻ വിദ്യാഭ്യാസം അത്യന്തം പ്രധാനമാണ്. വിദ്യാഭ്യാസം ഒരാളെ തൊഴിൽ നേടാൻ മാത്രമല്ല, നല്ല ചിന്തകളും ശരിയായ തീരുമാനങ്ങളും എടുക്കാൻ സഹായിക്കുന്നു. അറിവുള്ള യുവതലമുറയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ ജാതിമത വർഗ വ്യത്യാസമില്ലാതെയുള്ള മാനുഷിക ഐക്യം രാഷ്ട്രത്തിൻ്റെ പ്രധാന ശക്തിയാണ്. മതം, ഭാഷ, ജാതി, ലിംഗഭേദം എന്നിവയെ അതിജീവിച്ച് പരസ്പരം ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം മുന്നേറുന്നത്. സത്യസന്ധതയും ഉത്തരവാദിത്വവും രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അഴിമതി ഒഴിവാക്കുക, നിയമങ്ങൾ പാലിക്കുക, പൊതുസമ്പത്ത് സംരക്ഷിക്കുക, ഇതെല്ലാം ഓരോ പൗരൻ്റെയും കടമയാണ്. ഇന്നത്തെ യുവതലമുറക്ക്
ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്കുണ്ട്. ഇന്നത്തെ സബ്ജക്റ്റും അതാണല്ലോ. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക. ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു നല്ല പൗരൻ രൂപപ്പെടുമ്പോഴാണ് ഒരു നല്ല രാഷ്ട്രം രൂപപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ ശരിയായി നിർവഹിച്ചാൽ ശക്തവും സമാധാനവുപരമായ രാഷ്ട്രം നിർമ്മിക്കാൻ നമുക്ക് കഴിയും. ഇന്നത്തെ യുവാക്കൾ അറിവിലും കഴിവിലും വളരെ മുന്നിലാണ്. പഠനം, ടെക്നോളജി, സൃഷ്ടിപരമായ ചിന്ത എല്ലാറ്റിനും നമ്മുടെ യുവതലമുറ മികച്ചതാണ്. എന്നാൽ ഒരു സത്യം നമ്മൾ തുറന്നു പറയണം, നമ്മുടെ കഴിവുകൾക്കുള്ള അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ടാണ് ഇന്ന് അനേകം യുവാക്കൾ ജോലി തേടി കേരളത്തിന് പുറത്തേക്കും വിദേശത്തേക്കും പോകുന്നത്. നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ഭാവി, ഇതെല്ലാം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. എന്നാൽ സ്വന്തം നാട് വിട്ടു പോകേണ്ടി വരുന്നത് പലർക്കും ഒരു വേദനയാണ്. നമ്മുടെ യുവതലമുറക്ക് കഴിവില്ലാത്തതല്ല പ്രശ്നം, കഴിവുകൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കുറവ്. കേരളത്തിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾ, പുതിയ വ്യവസായങ്ങൾ, സ്കിൽ ബേസ് ജോലികൾ എന്നിവ കൂടുതൽ ഉണ്ടാക്കണം. യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഒരു വേദി നൽകുമ്പോൾ അവർ രാജ്യത്തിനും സംസ്ഥാനത്തിനും വലിയ സംഭാവന നൽകും. പല യുവാക്കളും ജോലി തേടി കേരളത്തിലും ഇന്ത്യക്കും പുറത്തേക്ക് പോകുന്നു. അവർ അവിടെ സ്ഥിരമായി താമസിക്കുന്നു. ഇവിടെ ബാക്കി നിൽക്കുന്നത് മാതാപിതാക്കളും മുതിർന്നവരുമാണ്. വിദേശത്തേക്ക് പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ല ജോലി, നല്ല വരുമാനം, നല്ല ജീവിതം, ഇതെല്ലാം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. എല്ലാ യുവാക്കളും, പ്രത്യേകിച്ച് നല്ല കഴിവുള്ളവർ, നമ്മുടെ നാട് വിട്ടു പോയാൽ നമ്മുടെ രാജ്യം ആരാണ് മുന്നോട്ട് കൊണ്ടുപോവുക? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ട് നമ്മുടെ രാജ്യം നമുക്ക് വിദ്യാഭ്യാസം നൽകി, അവസരങ്ങൾ നൽകി. ഇതെല്ലാം നേടിയ ശേഷം നമ്മുടെ നാട്ടിനുള്ള നന്ദി നമ്മൾ മറക്കരുത്. വിദ്യാഭ്യാസം എന്നത് വെറും വിദേശ ജോലി നേടാനുള്ള ഉപകരണമല്ല. വിദ്യാഭ്യാസം നമ്മെ ചിന്തിക്കാനും സൃഷ്ടിക്കാനും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനും പഠിപ്പിക്കണം. നമ്മുടെ കഴിവുകൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച നമുക്കുണ്ടാകുന്നത്. യുവാക്കൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, രാജ്യം ശക്തമാകുന്നു. നമ്മുടെ രാജ്യം പുറം രാജ്യങ്ങളെ ഓർഡറുകൾക്ക് വേണ്ടി ജീവിക്കേണ്ടതല്ല. നമ്മുടെ രാജ്യം യുവതലമുറയുടെ കഴിവിനും പരിശ്രമത്തിൻ്റെയും ആശ്രയിച്ചാണ് വളരേണ്ടത്. മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുകയില്ല. എന്നാൽ യുവാക്കൾ തീരുമാനിക്കണം എന്ത്, നമ്മൾ ഇവിടെ തന്നെ ജോലി ചെയ്യും, ഇവിടെ തന്നെ വളരും. അന്ന് മുതലാണ് യഥാർത്ഥ മാറ്റം നമുക്ക് ആരംഭിക്കുന്നത്. പൊതുലോകം നിർമ്മിക്കുന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും. വാക്കും പ്രവൃത്തിയും രണ്ടാകരുത് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ്റെ വാക്കുകൾ വലിയ ശക്തിയുണ്ട്. ആ വാക്കുകൾ ജനങ്ങളിൽ പ്രതീക്ഷയും വിശ്വാസവും സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വന്നാൽ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വിശ്വാസമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ വിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം. രാഷ്ട്രീയവും പൊതുസേവനവും അധികാരത്തിനായല്ല, ജനസേവനത്തിനായിരിക്കണമെന്ന വസ്തു നമ്മൾ ഓർക്കണം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന യഥാർത്ഥ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുക. അതാകണം ഒരു നല്ല പൊതുപ്രവർത്തൻ്റെ ലക്ഷണം. വലിയ വാഗ്ദാനങ്ങളെക്കാൾ ചെറിയ കാര്യങ്ങൾ നടപ്പിലാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ളത് വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിൽ കൂടി വിശ്വാസം തെളിയിക്കുന്ന നേതാക്കളെയാണ്. വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോഴാണ് നേതാവും പ്രവർത്തനവും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുന്നതാകരുത്. രാഷ്ട്രീയം എന്നൊരു സേവന പ്രതിജ്ഞയാണ്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള സാധാരണ മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനമായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ജോലിയായാലും ഇത് രണ്ടും ഒരേ തുല്യതയുള്ള സേവനങ്ങളാണ്. വ്യത്യാസം പദവിയിലല്ല, മനസ്സിലാണ്. വ്യത്യാസം അധികാരത്തിലല്ല, സത്യസന്ധതയിലാണ്. സേവനം അഭിനയമായാൽ രാഷ്ട്രീയം അഴുക്കാകും. സേവനം സത്യസന്ധമായാൽ രാഷ്ട്രീയം ശുദ്ധമാകും.
നമ്മളൊരിക്കലും മറക്കരുത്, അധികാരം കിട്ടുന്നത് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് എന്ന്. രാഷ്ട്രീയം മനുഷ്യരെ രണ്ട് തട്ടിലാക്കി പിരിക്കാൻ വേണ്ടിയല്ല, ഒരുമിപ്പിക്കാൻ വേണ്ടിയാകണം രാഷ്ട്രീയം. രാഷ്ട്രീയം ദുർബലരെ കൂടുതൽ ദുർബലരാക്കാൻ വേണ്ടിയല്ല, ശക്തരാക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, സത്യസന്ധത ഇല്ലാതെടുത്ത് വികസനം വെറും പ്രഖ്യാപനമാകും. നീതിയില്ലാതെടുത്ത് ജനാധിപത്യം ഒരു വാക്കായി മാത്രം മാറും. അതിനാൽ ഞാൻ തുറന്നു പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തനം സേവന സന്നദ്ധമായിരിക്കണം. അത് താഴെ തട്ടിലുള്ളവർ ചെയ്താലും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്താലും അത് സത്യസന്ധവും മനുഷ്യകേന്ദ്രീകൃതവുമായിരിക്കണം. ഇതാണ് നമ്മൾ പുനർനിർമ്മിക്കേണ്ട രാഷ്ട്രീയ സംസ്കാരം. നമ്മുടെ രാജ്യത്തിന് സമഗ്രമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ സമ്പദ് വ്യവസ്ഥ, ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം എത്രമാത്രം ശക്തമാണെന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ അടിത്തറ, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തമാകണമെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾ മാത്രമല്ല, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കൂടി ശക്തരാകണം. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും യുവാക്കൾക്ക് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കണം. തൊഴിൽ തേടുന്ന യുവാക്കളെ തൊഴിൽ സൃഷ്ടിക്കുന്ന യുവാക്കളാക്കി മാറ്റുന്ന സ്റ്റാർട്ടപ്പ് സംസ്കാരം വളർത്തണം. അതോടൊപ്പം തന്നെ കൃഷി, വ്യവസായം, സേവന മേഖലകൾ ഒരുമിച്ച് മുന്നേറുന്ന ഏകോപിത വികസനമാണ് ആവശ്യമായിരുന്നത്. ശാസ്ത്രം പരീക്ഷണശാലകളിൽ മാത്രം ഒതുങ്ങരുത്, ഒരു സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധിപ്പിക്കണം. ഗവേഷണത്തിലും നവീകരണത്തിലും കൂടുതൽ നിക്ഷേപം നൽകണം. ആരോഗ്യം, പരിസ്ഥിതി, ഊർജം എന്നീ മേഖലകളിൽ ശാസ്ത്രത്തിൻ്റെ പ്രയോഗം ഇനിയും ശക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിലും യുവാക്കളിലും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം വളർത്തണം. ചോദ്യം ചോദിക്കുന്നവരാണ് നാളെ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇതിൻ്റെ അടിസ്ഥാനമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ആധുനികമാകാതെ ഒരു സമൂഹത്തിന് മുന്നേറാൻ നമുക്ക് കഴിയുകയില്ല. പഴയ സിലബസുകൾ പുതുക്കി AI, ഡാറ്റാ സയൻസ്, റോബോട്ടിക്സ് പോലെയുള്ള കാലത്തിന് ഒത്തുപോകുന്ന വിഷയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരണം. ഓൺലൈൻ, ഓഫ്ലൈൻ പഠനത്തിൻ്റെ സമന്വയം ഉറപ്പാക്കണം. പരീക്ഷകൾ മാത്രം വിജയത്തിന് മാനദണ്ഡമാകുന്ന പഠന രീതിക്ക് പകരം കഴിവുകളും മൂല്യങ്ങളും വിലയിരുത്തുന്ന വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം അധ്യാപകർക്ക് തുടർച്ചയായ പരിശീലനം നൽകാതെ ഈ മാറ്റങ്ങൾ നമുക്ക് സാധ്യമാകില്ല. സഹോദരങ്ങളെ, വിദ്യാഭ്യാസം ആധുനികമാകുമ്പോൾ ശാസ്ത്രം വളരും. ശാസ്ത്രം വളരുമ്പോൾ സമ്പദ് വ്യവസ്ഥ ശക്തമാകും. ഇതാണ് ഒരു ശക്തമായ സമൂഹത്തിൻ്റെ വ്യക്തമായ ദേശീയം ലക്ഷ്യമാക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ അവരുടെ അഷ്ടലക്ഷ്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഗുരുവിൻ്റെ മഹത്തായ ചിന്തകൾ ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്നതാണെന്ന് ലോകജനത സമ്മതിച്ചു കഴിഞ്ഞതാണ്. ഗുരുദേവൻ്റെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ നമ്മുടെ വാക്കുകൾ മാത്രം ഒതുങ്ങാതെ നമ്മുടെ പ്രവർത്തനങ്ങളായി മാറട്ടെ എന്ന് ഗുരുദേവനാമത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും 2026 പുതുവത്സര ആശംസകൾ ഹൃദയമായി പറയുകയാണ്. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ. നന്ദി, നമസ്കാരം.